ഹായ്, ഉപ്പുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രഡീഷണൽ ഐറ്റം ആയിട്ടാണ് ഞാൻ വരുന്നത്. ഇത് നല്ലൊരു ചക്ക കിട്ടി, പഴുത്തും നന്നായി പഴുത്തിട്ടുണ്ട്. അത് നമുക്കത് ചക്ക വരട്ടിയത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്കൊന്നും അറിയുന്നുണ്ടാവില്ല, പഴയ അമ്മമാർക്കും ഒക്കെ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. രാവിലെ തന്നെ ഒരു മധുരമുള്ള പണി കിട്ടി. നമ്മുടെ ചക്ക പഴുത്തു, നല്ല സൂപ്പർ ടേസ്റ്റി, നല്ല മധുരമുള്ള ചക്ക. അപ്പം അതിൽ നിന്നും കുറച്ച് വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യത്തിന് അപ്പം ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, ചിലപ്പം ഇതുണ്ടാക്കാം, പിന്നെ ഹൽവ, അതിനോടനുബന്ധിച്ച് പല പലഹാരങ്ങളും ഉണ്ടാക്കാം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എല്ലാ കുക്കിംഗ് തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഇതൊന്നങ്ങ് വരട്ടാൻ തുടങ്ങുക. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് ഇങ്ങനെ ഭംഗിയായിട്ട്, നല്ല സുഖം കേട്ടോ, നല്ല രസം അതിങ്ങനെ പറിച്ചെടുക്കുക. ഇതിൻ്റെ ഈ കൂന ഇങ്ങോട്ട് മാറ്റിയാൽ മതി, ഇങ്ങനെ വരും, നല്ല രസം, നല്ല മധുരമുണ്ട്. ഇതിന് ശർക്കരയൊന്നും വേണ്ടി വരില്ല, കുറച്ച് നെയ്യ് മാത്രം ഇട്ടാൽ മതിയാവും. കുറച്ച് ശർക്കര നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു ഇതിന് ഒരു ചടങ്ങിനിടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല മധുരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വരട്ടുന്നതെന്ന് നോക്കാം. ആദ്യം അത് ഞാനെല്ലാം പറിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ചക്ക ഫുൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് കുരു കളയണം. അങ്ങനെ ആ ചക്കയെല്ലാം നമ്മൾ കുരു മാറ്റി. ഇനി നമുക്കിതൊന്ന് ഈ കുക്കറിലേക്കാക്കി ഒരു കുറച്ച് വെള്ളം, അതായത് ഇത് ചിലപ്പം ആവി കയറുമ്പോൾ ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ വരുത്താം. വരിക്കച്ചക്കയാണെങ്കിൽ ഒരു 4 വിസിൽ വരുത്തണം, ഇത് ഒരു വിസിൽ വരുത്തിയാൽ മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു 1/4 കിലോ ശർക്കര, ഇതിൽ നല്ല മധുരം ഉള്ളതുകൊണ്ട് 1/4 കിലോ മതി. 1/4 കിലോ ശർക്കര ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. അതിലെ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിസിൽ വന്നു, നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഇതിലേക്കൊരു 4 സ്പൂണ് നെയ്യ് ചേർക്കാം. വരട്ടുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കണം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്കയൊന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഈ കട്ട അധികം ഉണ്ടാവില്ല. അങ്ങനെ ഈ ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച ചക്ക ഫുള്ളും നമ്മൾ മിക്സിയിലടിച്ച് ഇതിലേക്കാക്കി. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത്, ഇത് ഉരുക്കിക്കഴിഞ്ഞു, ശർക്കര ഉരുക്കിയത് നമുക്ക് ചേർക്കാം. ശർക്കര ഉരുക്കിയത് നമ്മളെല്ലാം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചേർക്കുമ്പം ചെയ്യാൻ കേട്ടോ. ഇത് നമ്മൾ ഇടവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അത് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ലംസ് വീഴാതെ കണ്ടോ, ഇതിലൊക്കെ കണ്ടോ കട്ട, ചെറിയ കട്ട. അത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കൂടും, ചക്കയല്ലേ, അങ്ങനെ കൂടി ഇരിക്കും. പിന്നെ സാധാരണ പഴഞ്ചക്കയ്ക്ക് ഇതുണ്ടാവും, ഒരു തരം നൂലുണ്ടാവും. ഈ ചക്കയ്ക്ക് നൂലില്ലായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി വരിക്കുകയെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇരുന്നുണ്ടായിരുന്നത്. പഴുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഏകദേശം വരിക്കുകയല്ല കോഴിയല്ല എന്നുള്ളത്. കേട്ടോ, ഈ നൂലില്ലാത്ത ചക്കയാണ്. മറ്റേന്ന് പറഞ്ഞാൽ നൂലുണ്ടാവേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയിൽ അടിച്ച് കഴിയുമ്പോൾ ഒരു ഫോർക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ നൂല് വരും. ഇപ്പം നമുക്ക് 4 സ്പൂണ് നെയ്യ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കത് കുറേശ്ശെ ഇത് ഇങ്ങനെ അടിയിൽ പിടിക്കാൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഒരു 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പം മൊത്തം 6 സ്പൂൺ നെയ്യായി. ഇതിപ്പോൾ ഏകദേശം വരണ്ട് തുടങ്ങിയിട്ടുണ്ട്, ഒട്ടും അടി പിടിച്ചിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതുകൊണ്ടാണ് പിടിക്കാതെ രക്ഷപ്പെടുന്നത്. ഇത് നമ്മൾ ഇളക്കേണ്ടത് ഈ ചട്ടിയിൽ നിന്ന് ഇത് വിട്ട് വരുന്നൊരു പരുവം വരും, അതായത് അങ്ങനെ ഉരുണ്ട് വരും. അതായത് ചട്ടിയിൽ നിന്ന് വിടുന്ന പാകമാണ് ഇതിൻ്റെ പാകം. പിന്നെ അത് എത്ര വർഷം ഇരുന്നാലും ഒന്നും ആവില്ല, തണുപ്പിച്ച് നമ്മൾ ടിന്നിൽ സൂക്ഷിച്ചാൽ മതി. നമ്മുടെ ഇത് ഇങ്ങനെ വേഗം, അതായത് ഇത് കുറേ നേരം ഇളക്കുന്നില്ലേ, ഇത് വേഗം കുറച്ച് തീ അങ്ങ് കൂട്ടിയിട്ട് അങ്ങ്
വരണ്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് തീ കൂട്ടിയിടരുത് കേട്ടോ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേഗം അരി കരിയുകയും ചെയ്യും, ഒരു ടേസ്റ്റും കിട്ടില്ല. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ശരിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടത് ഒരു 2 ചെറിയ ടീസ്പൂണ് ഏലക്കായപ്പൊടിയാണ്. ഈ സൈഡിലൊക്കെ പിടിക്കും കേട്ടോ, അതെല്ലാം ഇളക്കി ഇങ്ങനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സൈഡെല്ലാം പിടിക്കുന്നതെല്ലാം നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അടി പിടിക്കാതെ നോക്കണം. ഇപ്പം അടി പിടിച്ചിട്ടില്ല, അടി ഒട്ടും പിടിച്ചിട്ടില്ല. എപ്പോഴും കഴിയുന്നത്ര ഈ ഓട്ടുരുളി ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ഉരുളി നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ് യൂസ് ചെയ്യാൻ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് യൂസ് ചെയ്താലും മതി. ഇങ്ങനെ നല്ല ഒരു ഇതിൻ്റെ വുഡൻ ഇത് സ്പാറ്റില ഉപയോഗിച്ച് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് ആയിട്ടില്ല കേട്ടോ, ഇനി ആവാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ കുറേ നേരം ഇങ്ങനെ സമയം കണ്ടെത്തിയിട്ട് വേണം ചെയ്യാൻ. എങ്ങനെ വന്നാലും നമ്മളത് ഒരു ചക്ക ഒരുക്കിയതിന് ശേഷം 1 മണിക്കൂർ നമ്മളിതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഈ ചക്ക ഒരുക്കാൻ എനിക്ക് ആകെ 15 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. പിന്നെ കുരു കളഞ്ഞെടുക്കേണ്ടി വന്നു. കുരു കളഞ്ഞെടുക്കാൻ ഒരു 15 മിനിറ്റ്. അങ്ങനെ പിന്നെ ഇപ്പോൾ അതൊരു 1 മണിക്കൂർ. അപ്പം നമ്മളിത് ഒരിക്കൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കൊല്ലത്തോളം യൂസ് ചെയ്യാൻ പറ്റും. നന്നായി പഴുത്ത ചക്ക ആയതുകൊണ്ട് കേട്ടോ 15 മിനിറ്റ്സിൽ പറ്റിയത്. ഒരുപാട് പഴുക്കാത്ത വരിക്ക ചക്കയൊക്കെ ആണെങ്കിൽ കുറേ സമയം പിടിക്കും, കാരണം അരക്കുണ്ടാവും. ഇതിന് അരക്കൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പൊളിക്കും. പെട്ടെന്ന് കിട്ടി, നല്ല സുഖമായിരുന്നു ഉണ്ടാക്കാൻ. ഇപ്പം നമുക്ക് ഈ കുറേ വരണ്ട് വന്നല്ലോ, ഏകദേശം ആയി തുടങ്ങി. നമുക്ക് ഈ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂണ് ഏലക്കാപ്പൊടി നന്നായിട്ട് ഇളക്കി ചേർക്കണം. അങ്ങനെ നമ്മുടെ ചക്ക വരട്ടിയത് അവസാന സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലൊന്നും ചെയ്യാനില്ല. കണ്ടോ, ഇതെവിടെയും പിടിച്ചിട്ടില്ല, നന്നായിട്ട് കണ്ടോ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന കണ്ടോ. ഇതാണ് പാകം. ഈ പാകത്തിൽ ഇപ്പം നമ്മൾ ഈ ചട്ടിയുടെ ഇത്രയും വരയിട്ടായിരുന്നു അല്ലേ നമ്മുടെ ഈ ചക്ക, അതിൻ്റെ പകുതിയായിട്ടാണ് വരണ്ട് വന്നിരിക്കുന്നത്. കണ്ടോ, വിട്ട് വരുന്നുണ്ടോ. ഈ പാകമാണ് ഇതിൻ്റെ ചക്ക ഇത് ആയിന്നില്ല. കാരണം ഇത് നമുക്കെന്താ പറയുക, ഇതിൻ്റെ വെള്ളം നമ്മൾ ഇങ്ങനെ ഇത്രയും നേരം അടക്കിയതെന്ന് വെച്ചാൽ ഈ ചക്കയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ചക്കയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ചക്കയിലെ വെള്ളം എല്ലാം വറ്റി കിട്ടിയാലേ നമുക്കിത് അഴുക്കാവാതെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് അടയുണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, പിന്നെ ഇതുണ്ടാക്കാം, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം, പിന്നെ ഇത് എന്താ പറയുക ഹൽവ ഉണ്ടാക്കാം. അങ്ങനെ പലതിനും ഉപയോഗിക്കാം. 1 സ്പൂൺ മതിയാവും, അത്രയും മധുരവും എല്ലാം കാണും. പിന്നെ ഉരുളി കഴിയുന്നത്ര ഉരുളി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓട്ടുരുളി ഇല്ലെങ്കിൽ നല്ല ചൂടുകട്ടിയുള്ള പാത്രം. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അനന്തരവൾ എൻ്റെ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ചെയ്തതാണ്. കണ്ടില്ലേ, ഇതാ രേവതി, പേര് കണ്ടോ, രേവതി ഗിഫ്റ്റ് ചെയ്ത ഉരുളിയാണ്. അതുകൊണ്ട് രേവതിക്ക് ഒരു വലിയ താങ്ക്സ്. എപ്പോഴും എനിക്ക് ഉരുളിയിൽ എല്ലാ സാധനവും നല്ല ഭംഗിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുന്ദരി ചക്കയെ വരട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ 2.5 കിലോ ചക്കയിൽ നിന്ന് നമുക്ക് 750 ഗ്രാം, 2 ബോട്ടിലിൽ 750 ഗ്രാം വീതം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1.5 കിലോ. 788 എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ബോട്ടിലിൻ്റെ ഇതാണ്, വെയിറ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇഷ്ടംപോലെ ചക്ക കിട്ടുന്ന സമയമല്ലേ. അപ്പം ഒരു ദിവസം ഹോളിഡേയ്സ്, ശനി ഞായർ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നല്ല പഴുത്ത ചക്ക നോക്കി ഉണ്ടാക്കി എല്ലാവരും കമൻസ് ഇടണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ കമൻസ് ഇടണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം, ഷെയർ ചെയ്യാൻ വേണം, ലൈക്ക് ചെയ്യാൻ വേണം. ബൈ.